ഇനി നമ്മൾ കാണാൻ പോകുന്നത് മോഡ്യൂൾ 5-ൻ്റെ ഇത് CET 308-ൽ 2019 സ്കീമിൻ്റെ മോഡ്യൂൾ 5-ൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം സിമെൻ്റ് ആണ്. സിമെൻ്റ് എല്ലാവർക്കും അറിയാമല്ലോ. വാട്ട് ഈസ് സിമെൻ്റ്? ഇറ്റ് ഈസ് എ ഗ്രൗണ്ട് മെറ്റീരിയൽ. അഡ്ഹസീവ് ആൻഡ് കോഹസീവ് പ്രോപ്പർട്ടീസ്. ആ മെറ്റീരിയലിന് അഡ്ഹസീവ് ആൻഡ് കോഹസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ അത് ബൈൻഡിങ് മീഡിയം വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് എങ്ങനെയാണ് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്രൈ പ്രോസസ്സ് ഉണ്ട്, വെറ്റ് പ്രോസസ്സ് ഉണ്ട്. ഈ രണ്ട് പ്രോസസ്സിനും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാന്ന് വെച്ചാൽ ഈ ഡ്രൈ പ്രോസസ്സിനകത്ത് റാ മെറ്റീരിയൽസ് എല്ലാത്തിനും ഗ്രൗണ്ട് ചെയ്തിട്ട് റോട്ടറി ക്ലീനിനകത്ത് ഡ്രൈ സ്റ്റേറ്റിൽ ഇടുന്നതാണ് ഡ്രൈ പ്രോസസ്സ്. ഓക്കെ. വെറ്റ് പ്രോസസ്സിനകത്ത് ലൈമും ക്ലേയും ഒരു പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ റോട്ടറി ക്ലീനിനകത്ത് ഇടുന്നതാണ് വെറ്റ് പ്രോസസ്സ്. ഈ രണ്ട് പ്രോസസ്സും സെയിം തന്നെയാണ്. ഡ്രൈ പ്രോസസ്സിനകത്ത് പേസ്റ്റ് ഫോർമേഷനിൽ കാണത്തില്ല, എല്ലാം ഡ്രൈ ആയിരിക്കും. പക്ഷേ വെറ്റ് പ്രോസസ്സിനകത്ത് ഒരു സ്ലറി ക്രിയേറ്റ് ചെയ്തിട്ട് ആണ് അവർ ക്ലീനിലോട്ട് വിടുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ സിമെൻറ്റിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഓർക്കുക. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, എയിംസിന് അറിയാമല്ലോ. എയിംസ് AIMSS. ഓക്കെ, എയിംസിന് അറിയാം. പിന്നെ ഈ സിമെൻറ്റിനകത്ത് ലൈമും സിലിക്കയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ LS AIMSS ഇങ്ങനെ ഓർത്തെടുത്താൽ മതി. ഓക്കെ, ലൈം, സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യ, സൾഫർ ട്രൈ ഓക്സൈഡ്, സോഡ ആൻഡ് പൊട്ടാഷ്. ഓക്കെ, ലൈം, സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യ, സൾഫർ ട്രൈ ഓക്സൈഡ് ആൻഡ് സോഡ ആൻഡ് പൊട്ടാഷ്. ഇതാണ് ഇതിൻ്റെ കോമ്പോസിഷൻ. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് ലൈമാണ്. ഓക്കെ, പിന്നെ ഉള്ളത് സിലിക്കയാണ്. 60-20, ബാക്കിയുള്ളതൊക്കെ കുറവാണ്. ഓക്കെ, 6, പിന്നെ 3, പിന്നെ 2, പിന്നെ 1 അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ രണ്ടെണ്ണം ആദ്യം പഠിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ വാല്യൂസ് വെച്ചിട്ടേ നമുക്ക് എഴുതാം. പക്ഷേ ഈ ഓർഡർ മറക്കല്ലേ. ലൈം, സിലിക്ക, LS AIMSS. ഓക്കെ, പിന്നെ ഇത് കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ കണ്ടു. പിന്നെ ഇത് വാട്ടറിൻ്റെ കൂടെ റിയാക്ട് ആകുമ്പോഴത്തേക്കും കോമ്പൗണ്ട്സ് ഫോം ആകത്തില്ലേ, ആകും. അപ്പോൾ ആ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനു മുൻപ് നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ടറിൻ്റെ കൂടെ റിയാക്ട് ആകുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ആകുന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. 1 സെക്കൻഡ്. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് എന്തുവാ? ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് എന്തുവാ? കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ സിമെൻറ്റ് ആൻഡ് മോർട്ടർ. അപ്പോഴത്തേക്ക് ഇത് എക്സോതെർമിക് പ്രോസസ്സാണ്. കുറേ ഹീറ്റ് ലിബറേറ്റ് ആവും. അതെല്ലാവർക്കും അറിയാമല്ലോ. സിമെൻറ്റിൻ്റെ കൂടെ വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഹീറ്റ് ലിബറേറ്റ് ആകുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കുറേ കോമ്പൗണ്ട്സ് ക്രിയേറ്റ് ആകും. ആ കോമ്പൗണ്ടാണ് നമ്മൾ ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അവർ ഇത് ചോദിക്കും. അപ്പോൾ ആദ്യം ഫോം ആകുന്നത് C3S, പിന്നെ C2S, പിന്നെ C3A, C4A. ഓക്കെ, ഈ സിലിക്ക, അലുമിന ഇത് രണ്ടുമാണ് ക്രിയേറ്റ് ആകുന്നത് കോമ്പൗണ്ട്സ് ആയിട്ട്. ഓക്കെ, സിലിക്ക, അലുമിന, 2 സിലിക്കയും 2 അലുമിനയാണ്. പിന്നെ ആ നമ്പർ ഓർത്തെടുക്കണം, 3234. ഓക്കെ, 3234. അപ്പം C3S, C2S, C3A, C4AF ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ C3S ആണ്. ഇറ്റ് ഹൈഡ്രേറ്റ്സ് റാപ്പിഡ്ലി ആൻഡ് ഫോംസ് ആൻ ഏർലിയർ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്. ഒരു കോൺക്രീറ്റിന് ഏർലിയർ സ്ട്രെങ്ത് കൊടുക്കുന്നത് C3S ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഹൈഡ്രേഷൻ ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഏർലി സ്ട്രെങ്ത് കൊടുക്കുന്നതും ഒത്തിരി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും C3S ആണ്. ഓക്കെ, ഈ C2S എന്ന് പറയുന്നത് ഇറ്റ് ഹൈഡ്രേറ്റ് സ്ലോലി, റെസ്പോൺസിബിൾ ഫോർ ദ പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്. ഓക്കെ, ഏർലി സ്ട്രെങ്ത് അല്ല, പ്രോഗ്രസീവ് സ്ട്രെങ്ത് കൊടുക്കുന്നത് C2S ആണ്. ഈ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ സിലിക്കയാണ് വരേണ്ടത്. ഓക്കെ,
ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും വിച്ച് ഗിവ്സ് ദ ഏർലി സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് 4 കോമ്പൗണ്ട്സിൻ്റെ പേര് കൊടുക്കും. ഓക്കെ, സ്ട്രെങ്ത്തിന് വന്നാലേ അതിനകത്ത് യെസ് ഇമ്പോർട്ടൻ്റ് ആണ്. സിലിക്കയാണ് സ്ട്രെങ്ത് നിങ്ങൾക്ക് കൊടുക്കുന്നത്. ഒരെണ്ണം ഏർലി സ്ട്രെങ്ത്തും മറ്റത് പ്രോഗ്രസീവ് സ്ട്രെങ്ത്തും. അപ്പോൾ C3S C2S ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, C3Aയും C4AFും അല്ല, സിലിക്കയാണ് ഏർലി സ്ട്രെങ്ത് പ്രോഗ്രസീവ് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഏർലി സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 3 ആണ്, പ്രോഗ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ C2S ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് C3A ആണ്. C3A ഇറ്റ് പ്രൊഡ്യൂസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇതും അതുപോലെ തന്നെ C3S പോലെ C3Aയും ഇറ്റ് പ്രൊഡ്യൂസസ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇത് പ്രത്യേകിച്ച് ഈ ഹൈഡ്രേഷൻ പ്രോസസ്സിനകത്ത് ഒന്നും ചെയ്യത്തില്ല, ബട്ട് ഇറ്റ് ഗിവ്സ് എ ഡ്യൂറബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ്. ഓക്കെ, കോൺക്രീറ്റിന് ഡ്യൂറബിലിറ്റി കൊടുക്കുന്നത് C3A ആണ്. C4AF ലോങ് ടേം ഗെയിനിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, C4AF ലോങ് ടേം ഗെയിൻ. ഓക്കെ, ലോങ് ടേം ഗെയിൻ ഓഫ് സ്ട്രെങ്ത് വരുന്നത് C4AF ആണ്. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് വേറൊരു പേരും കൂടി ഉണ്ട്, അതും ഞാൻ പറയാം. ഇതിൻ്റെ പേര് എലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രേഷൻ പ്രോസസ്സിനകത്ത് ഹീറ്റ് ലിബറേറ്റ് ആകും, പിന്നെ കുറേ കോമ്പൗണ്ട്സ് ഫോം ആകും. ആ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ പേര് കൊടുക്കുന്നത് ബോഗീസ് കോമ്പൗണ്ട്. C3Sൻ്റെ വേറൊരു പേരാണ് അലൈറ്റ്, C2Sൻ്റെ വേറൊരു പേരാണ് ബില്ലൈറ്റ്, C3Aൻ്റെ വേറൊരു പേരാണ് സിലൈറ്റ്, C4AFൻ്റെ വേറൊരു പേരാണ് ഫെലൈറ്റ്. ഓക്കെ, C3S ആണ് early strength കൊടുക്കുന്നത്. C2S it gives a progressive strength. C3A അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല, ബട്ട് ഇറ്റ് ഗിവ്സ് എ ഡ്യൂറബിലിറ്റി ടു ദ കോൺക്രീറ്റ്. C4AF എന്ന് പറയുന്നത് ലോങ് ടേം ഗെയിൻ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ബോക്സ് കോമ്പൗണ്ടിന് ആദ്യം വരുന്നത് C3S, this is the early strength. C2S is a progressive strength. It's a progressive strength. This is the early strength. It gives the durability. This is the long term. Okay. ഈ സീന് ഉദ്ദേശിക്കുന്നത് CaO ആണ്, എസ്സിന് ഉദ്ദേശിക്കുന്നത് SiO2, A Al2O3, F Fe2O3. ഓക്കെ, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ടെട്രാ കാൽഷ്യം അലുമിനോഫെറൈറ്റ്. ഓക്കെ, അടുത്തുള്ളത് ടൈപ്സ് ഓഫ് സിമെൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ ടൈപ്സ് ഉണ്ട്. ആദ്യം വരുന്നത് OPC, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. ഇതൊക്കെ നിങ്ങൾ തിയറിനകത്ത് നിങ്ങൾ പഠിച്ച് കാണും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് മറ്റത് നോക്കേണ്ടത് കളേർഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റിനകത്ത് നമ്മൾ കളർ എങ്ങനെയാണ് ആ കളർ കിട്ടുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ക്രോമിയം ഓക്സൈഡ് ആഡ് ചെയ്യുമ്പോഴാണ് ഗ്രീൻ കളർ കിട്ടുന്നത്. കോബോൾട്ട് ഫോർ ദ ബ്ലൂ കളർ, അയൺ ഓക്സൈഡ് കുറേ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസിൽ കൊടുക്കുമ്പോൾ ബ്രൗൺ അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ യെല്ലോ. ഓക്കെ, മാംഗനീസ് ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളർ. അപ്പോൾ ഇത് വെറുതെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് പ്രത്യേകിച്ച് ഒരു പെർസെൻറ്റേജ് ഉണ്ട്. 5 to 10% നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ സിമെൻറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡിലെയും ചെയ്യാം, ലാബ് ടെസ്റ്റും ചെയ്യാം. ഈ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കളർ വെച്ചിട്ട് പിന്നെ ആ സിമെൻറ്റ് എടുത്ത് നോക്കിയിട്ട് കുറച്ച് എടുത്ത് പൊടി എങ്ങനെയാണുള്ളത് നോക്കിയിട്ട് അതാണ് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫീൽഡ് ടെസ്റ്റ് കളർ എങ്ങനെയായിരിക്കണമെന്ന് വെച്ചാൽ ഗ്രേ കളർ, ഇറ്റ് ഷുഡ് ബി ഇൻ ഗ്രേ കളർ വിത്ത് ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡാണ്. ഓക്കെ, സിമെൻറ്റ് ഇറ്റ് ഷുഡ് ബി സ്മൂത്ത് വെൻ ടച്ച്ഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. കയ്യിലെടുത്ത് നോക്കുമ്പോൾ അത് സ്മൂത്ത് ആയിരിക്കണം. പിന്നെ നിങ്ങൾ കയ്യിന് ആ ബാഗിനകത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് കൂളായിരിക്കണം. ഓക്കെ, സ്മോൾ ക്വാണ്ടിറ്റി ത്രോൺ ഇൻ ടു ദ വാട്ടറിനകത്ത് അല്ലെങ്കിൽ ഒരു ബക്കറ്റിനകത്ത് നിങ്ങൾ കുറച്ച് പൊടി എടുത്ത് സിമെൻറ്റ് എടുത്ത് അതിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഇറ്റ് ഷുഡ് നോട്ട് ഫ്ലോട്ട് ആൻഡ് ഷുഡ് നോട്ട് സിങ്ക്. ഓക്കെ, അത് ഫ്ലോട്ടും ആകാൻ പാടില്ല, താഴോട്ട് പോകാനും പാടില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ലംസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫീൽഡ് ടെസ്റ്റിനകത്ത് ആദ്യം സിമെൻറ്റ് ബാഗിന് എടുത്തിട്ട് ഇത്രയും ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ആ സിമെൻറ്റ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റിനകത്ത് കെമിക്കൽ കോമ്പോസിഷൻസ് എത്രത്തോളം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം പെർസെൻറ്റേജ് ഓഫ് ലൈൻ ടു സിലിക്ക
അലുമിന ആൻഡ് അയൺ. ഓക്കെ, ഇതാണ് നമ്മൾ LSF എന്ന് പറയുന്നത്, ലൈം സാച്ചുറേഷൻ ഫാക്ടർ. അതായത് ലൈം ടു സിലിക്ക, അലുമിന ആൻഡ് അയൺ, ഇതിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കേണ്ടത്. ഓക്കെ, LSF എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വിത്തിൻ 0.66 to 1.02 ആണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ പെർസെൻറ്റേജ് ഓഫ് അലുമിന ടു അയൺ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0.66 ആയിരിക്കണം. Weight of the insoluble residue shall not be more than 4%. Weight of the magnesia should not be more than 5%. Normal consistency of the cement. Okay, ഇത് എങ്ങനെ ചെയ്യണമെന്ന്, ഇത് what is normal consistency test എന്ന് പറഞ്ഞാൽ, the normal consistency of the cement paste is defined as that consistency which will permit the wicked plunger to penetrate a depth of 33 to 35 mm from the top. അപ്പോൾ ഇതാണ് മോൾഡ്. ഓക്കെ, ഇത് പ്ലഞ്ചറാണ്, ഇതാണ് മോൾഡ്. മോൾഡിൻ്റെ ഡയാമീറ്റർ 40 mm, ഡയാമീറ്റർ 80 mm. ആ പ്ലഞ്ചർ ഇത്രയും ഡിസ്റ്റൻസേ താഴോട്ട് പോകാൻ പാടുള്ളൂ, എന്നാലേ ആ കൺസിസ്റ്റൻസി നല്ലതാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ വിക്കറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്തുവാ, നമ്മൾ വാട്ടർ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, സിമെൻറ്റിനകത്ത് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അപ്പോഴത്തേക്ക് പ്ലാസ്റ്റിസിറ്റി പോകാൻ തുടങ്ങില്ലേ, ദ ടൈം അറ്റ് വിച്ച് ഇറ്റ് സ്റ്റാർട്ട്സ് ലൂസിങ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി, അതാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം. കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes ഫോർ OPC, 60 minutes ഫോർ ലോ ഹീറ്റ് സിമെൻറ്റ്. ഓക്കെ, ഫൈനൽ സെറ്റിംഗ് ടൈം ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 hours. അത് മിനിറ്റിൽ കൺവേർട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, സൗണ്ട്നെസ് ടെസ്റ്റ് ലീ ചാറ്റ്ലിയേഴ്സ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്ട്രെങ്ത് ടെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെങ്ത്തിനകത്ത് നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത്തും ഉണ്ട്, ടെൻസൈൽ സ്ട്രെങ്ത്തും ഉണ്ട്. കംപ്രസീവ് സ്ട്രെങ്ത്ത് നിങ്ങൾക്കറിയാമല്ലോ, ലാബിലൊക്കെ നിങ്ങൾ ചെയ്ത് കാണത്തില്ലേ, നമ്മൾ 3 ക്യൂബ് എടുക്കും. ഫസ്റ്റ് ഡേ, 3 day, 7 day, 28 days 3 ക്യൂബ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കംപ്രസീവ് ടെസ്റ്റിംഗ് മെഷീനകത്ത് വെച്ച് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കത്തില്ലേ, അതാണ് കംപ്രസീവ് സ്ട്രെങ്ത്ത്. ഓക്കെ, ഈക്വൽ ടു ദ ആവറേജ് സ്ട്രെങ്ത് ഓഫ് ദ 3 cubes ഫോർ ഈച്ച് പീരിയഡ്. 3 ക്യൂബ് എന്തായാലും എടുത്തിരിക്കണം. ഓക്കെ, അപ്പം 33 ഗ്രേഡ് OPC എന്ന് പറഞ്ഞാൽ 3 days 16 MPa, 7 days 22, 28 days 33 MPa. 33 ഗ്രേഡ് എന്ന് വെച്ചാൽ 28 days 33. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത്തിനകത്ത് 6 ബ്രിക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ആവറേജ് ടെൻസൈൽ സ്ട്രെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത്ത് 10 to 15% കംപ്രസീവ് സ്ട്രെങ്ത്ത്. ഓക്കെ, ഫൈനസ് ടെസ്റ്റ്, സീവ് അനാലിസിസ്, എയർ പെർമിയബിലിറ്റി മെത്തേഡ്, വാഗ്നർ ടർബറിറ്റിമീറ്റർ മെത്തേഡ് വെച്ച് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ടെസ്റ്റ് കലോറിമീറ്റർ അപ്പാരറ്റസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ലീ ചാറ്റ്ലിയേഴ്സ് ഫ്ലാസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റും ഹാർഡൻ കോൺക്രീറ്റും. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റിനകത്ത് വർക്കബിലിറ്റി ഉണ്ട്, സെഗ്രിഗേഷൻ ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും നിങ്ങൾക്ക് ഇത് കാണാം. എന്നാൽ എന്തുവാ, വാട്ട് ഈസ് വർക്കബിലിറ്റി? It is concrete is said to be workable when it is placed and compacted properly without bleeding and segregation. ബ്ലീഡിങ്ങോ സെഗ്രിഗേഷനോ അല്ലാതെ നമുക്ക് കോൺക്രീറ്റ് എടുത്ത് നമുക്ക് ആ സ്ഥലത്തിലോട്ട് പ്ലേസ് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വർക്കബിൾ കോൺക്രീറ്റ്. വർക്കബിലിറ്റി നല്ലതാണ്. ഓക്കെ, ടെസ്റ്റ് എന്ത് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വർക്കബിലിറ്റി കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സ്ലം കോൺ, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ, ഫ്ലോ ടേബിൾ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് സെഗ്രിഗേഷൻ ആൻഡ് വാട്ട് ഈസ് ബ്ലീഡിങ് എന്ന് വെച്ചാൽ, ബ്ലീഡിങ് ഈസ് ഡിഫൈൻഡ് as some of the water comes out to the surface of the concrete that occurs due to the high water cement ratio അല്ലെങ്കിൽ excessive compaction കൊണ്ട്. അതായത് വാട്ടറും കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും വാട്ടറും ആണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് അല്ലേ. കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, വാട്ടർ ഇതെല്ലാം കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉണ്ടെങ്കിൽ, വെള്ളം കൂടുതലാണെങ്കിൽ എല്ലാം പിരിയും. വാട്ടർ മുകളിലോട്ട് പൊങ്ങി ഇങ്ങനെ ഫ്ലോ ഇങ്ങനെ വരും, വാട്ടർ മുകളിലോട്ട് പൊങ്ങി വരും.
ഓക്കെ, അഗ്രിഗേറ്റിൽ വാട്ടർ മുകളിലോട്ട് പൊങ്ങി വരുന്നതാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ കംസ് ഔട്ട് ടു ദ സർഫേസ് ഓഫ് ദ കോൺക്രീറ്റ്. എങ്ങനെയാണ് അത് വരുന്നത്? ദാറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ ഹൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഇതാണ് ബ്ലീഡിങ്. ഓക്കെ, അപ്പോൾ സെഗ്രിഗേഷൻ എന്തുവാ? അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ആകുന്നത്. സിമെൻറ്റ് പേസ്റ്റിലിരുന്ന് അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ആകുന്നതാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. വാട്ടർ മുകളിലോട്ട് പൊങ്ങി വരുന്നത് ബ്ലീഡിങ്ങും അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് സെഗ്രിഗേഷനുമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ കോഴ്സ് പാർട്ടിക്കിൾ സെപ്പറേറ്റ് ഫ്രം ദ ഗ്രീൻ കോൺക്രീറ്റ്. ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫൈനർ പാർട്ടിക്കിൾസ്. ഓക്കെ, ഡ്യൂ ടു ദ ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫൈനർ പാർട്ടിക്കിൾസ് ഇൻ ദ കോൺക്രീറ്റ്. രണ്ടാമത്തത് throwing of concrete from the greater height at the time of placing concrete. കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ഒത്തിരി ഹൈറ്റിൽ നിന്ന് നമ്മൾ അങ്ങനെ ഇടുവാണെങ്കിൽ സെഗ്രിഗേഷൻ സംഭവിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് സെഗ്രിഗേഷൻ അങ്ങനെ വരുന്നത് കൊണ്ട് സെഗ്രിഗേഷൻ സംഭവിക്കുമ്പോൾ കോൺക്രീറ്റിൻ്റെ കൊഹീസീവ്നെസ് അത് പോകും. അതുകൊണ്ട് ഹണി കോമ്പിങ് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, സെഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ hardened കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ലോസ് ആവും. ഓക്കെ, hardened കോൺക്രീറ്റിനകത്ത് സ്ട്രെങ്ത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 150 mm സൈസ് ക്യൂബ്സ് ആഫ്റ്റർ 28 days ഓഫ് ക്യൂറിംഗ്, ബിലോ വിച്ച് നോ മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫെയിൽ. അപ്പോൾ സ്ട്രെങ്ത് 5% താഴെ ഫെയിൽ ആകാൻ പാടില്ല. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 7 days നമുക്ക് എത്രത്തോളം സ്ട്രെങ്ത് ആണ് ഗെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 60 to 65% ഓഫ് 28 days സ്ട്രെങ്ത് ആണ് 7 days ഗെയിൻ ചെയ്യുന്നത്. 28 days 99.9% ഗെയിൻ ആകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടും 28 days കഴിഞ്ഞിട്ടും ഗെയിൻ ഇൻ സ്ട്രെങ്ത് കണ്ടിന്യൂ ചെയ്യത്തേ ഉള്ളൂ, അല്ലാതെ അത് 100% അറ്റൈൻ ചെയ്യത്തില്ല. ഓക്കെ, ക്രീപ്പ് കോൺക്രീറ്റിനകത്ത് പെർമനൻറ്റ് ഡിഫോർമേഷൻ വന്നാലോ അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസിനകത്ത് എന്തെങ്കിലും ചേഞ്ച് നമ്മൾ കണ്ടിന്യൂസ് ലോഡിങ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് മേസൻട്രി ആണ്. അതിനകത്ത് 2 എണ്ണം ഉണ്ട്, റബിൾ മേസൻട്രിയും ആസ്ലാർ മേസൻട്രിയും. റബിൾ മേസൻട്രി എന്ന് പറയുന്നത് അൺഡ്രസ്റ്റും റഫ്ലി ഡ്രസ്ഡ്, അതായത് ക്വാറിയിലിരുന്ന് എടുത്ത ആ സ്റ്റോണിന് വേണമെങ്കിൽ ചെറുതായിട്ട് അങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ക്വാറിയിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ തന്നെ മേസൻട്രിക്ക് യൂസ് ചെയ്യുന്നതാണ്. ബിൽഡിങ്ങിന് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റബിൾ മേസൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്, അൺകോഴ്സ്ഡ് റാൻഡം റബിൾ മേസൻട്രിയും കോഴ്സ്ഡ് റാൻഡം റബിൾ മേസൻട്രിയും ഉണ്ട്. ഓക്കെ, ഈ അൺകോഴ്സ്ഡ് റാൻഡം റബിൾ മേസൻട്രി എന്ന് പറയുന്നത് സ്റ്റോൺസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് ഇറ്റ് വിൽ വേരി ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. എല്ലാം റെക്ടാങ്കിളായിട്ടോ അങ്ങനെ കാണത്തില്ല, അത് ഓരോരോ ഷേപ്പിലെയാണ് വരുന്നത്. ചിലപ്പം സ്ക്വയർ ആയിരിക്കാം, ചിലപ്പം റെക്ടാങ്കിൾ ആയിരിക്കാം. ഓക്കെ, അതുപോലത്തെ സ്റ്റോണാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കോർണേഴ്സും നമുക്ക് ഷാർപ്പായിട്ടിരിക്കണമെന്നല്ല, ഇങ്ങനെ ബ്ലെൻഡായിട്ട് അങ്ങനെ ഇരിക്കാം. ഓക്കെ, ഡയറക്റ്റ്ലി അപ്റ്റൈൻ ഫ്രം ദ ക്വാറിയിലെന്ത് എങ്ങനെ കിട്ടുന്നതോ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ് അൺകോഴ്സ്ഡ് റാൻഡം മേസൻട്രി. ഓക്കെ, ഇത് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് ചീപ്പസ്റ്റ് ഫോം ഓഫ് കൺസ്ട്രക്ഷനാണ്. ചീപ്പസ്റ്റും റഫസ്റ്റും പ്യൂറസ്റ്റ് ഫോം ഓഫ് കൺസ്ട്രക്ഷനാണ്. ഓക്കെ, പിന്നെ ഉള്ളത് കോഴ്സ്ഡ് റബിൾ മേസൻട്രി. ഈ കോഴ്സ്ഡ് റബിൾ മേസൻട്രി എന്ന് പറയുന്നത് ഇത് വേരി ആകും, പക്ഷേ ഇത് വേരി ആകത്തില്ല, യൂണിഫോം ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, യൂണിഫോം ഹൈറ്റ് സ്റ്റോൺസ് ആർ യൂസ്ഡ് ഇൻ ഹൊറിസോണ്ടൽ ലെയർ നാസ്റ്റ് ലെസ് ദാൻ 13 cm ഇൻ ഹൈറ്റ്. അപ്പോൾ എല്ലാം യൂണിഫോം ഹൈറ്റിലേ ആയിരിക്കും. പിന്നെ അതിന് ഇടയ്ക്കുള്ള ആ ജോയിൻസും ഫൈൻ ആയിരിക്കും, ഇവരെ വൈഡർ ആയിരിക്കും. ഓക്കെ, ആസ്ലാർ മേസൻട്രി എന്ന് പറയുന്നത് റബിൾ മേസൻട്രിയിലെ അൺഡ്രസ്ഡ് അല്ലേ, അൺഡ്രസ്റ്റും റഫ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ആസ്ലാർ മേസൻട്രീനകത്ത് ഡ്രസ്ഡ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്പിയറൻസ്, ആ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ അപ്പിയറൻസ്, എക്സ്റ്റീരിയർ അപ്പിയറൻസ് വളരെ നന്നായിട്ടിരിക്കും കേട്ടോ. ക്യാവിറ്റി വാൾ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വിത്ത് 2 separate walls ഫോർ എ സിംഗിൾ വാൾ പർപ്പസ് വിത്ത് സം സ്പേസ് ഓർ ക്യാവിറ്റി ബിറ്റ്വീൻ ദം. ഈ സോളിഡ് വാൾ എന്ന് പറയുന്നത് ഈ
സോളിഡ് വാൾ എന്ന് പറയുന്നത് ഈ വാളിനകത്ത് മുഴുവതും ബ്രിക്കോ കാണും. പക്ഷേ ഈ ക്യാവിറ്റി വാളിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വാള്, ഇങ്ങനെ ഒരു വാള്. പക്ഷേ ഇത് ഒരു സിംഗിൾ വാളാണ്, ഇടയ്ക്ക് ഒരു ക്യാവിറ്റി, ഒരു സ്പേസ് കാണും. ഓക്കെ, ഇതാണ് ക്യാവിറ്റി വാൾ എന്ന് പറയുന്നത്. സോളിഡ് വാളിനകത്ത് അങ്ങനെ ഒരു ഹോള്, അങ്ങനെ ഒരു സംഭവം കാണത്തില്ല. ക്യാവിറ്റി വാളിനകത്ത് ഈ രണ്ട് ലീഫ്സ്, ഇതാണ് നമ്മൾ ലീഫ് എന്ന് പറയുന്നത്, ഇൻറ്റീരിയർ ലീഫ്, എക്സ്റ്റീരിയർ ലീഫ്. ഓക്കെ, ഇതാണ് ഫേസിംഗ് എന്ന് വെച്ചോ. ദിസ് ഇസ് എൻ എക്സ്റ്റീരിയർ ലീഫ്, ദിസ് ഇസ് ദ ഇൻറ്റീരിയർ ലീഫ്. ഓക്കെ, ആ രണ്ടിന് ഇടയ്ക്ക് നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് കാണും, അതാണ് ക്യാവിറ്റി വാൾ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എക്കണോമിക്കലി ചീപ്പർ ദാൻ ദ സോളിഡ് വാൾസ്. പിന്നെ ഇറ്റ് റെഡ്യൂസസ് ദ വെയ്റ്റ്, അല്ലേ? ക്യാവിറ്റി ഉള്ളത് കൊണ്ട് ഫൗണ്ടേഷനകത്ത് ആ വെയ്റ്റ് അത് കുറയ്ക്കും. ആക്ട് ആസ് എ ഗുഡ് സൗണ്ട് ഇൻസുലേറ്റേഴ്സ്. തെർമൽ ഇൻസുലേഷനും ഉണ്ട്, സൗണ്ട് ഇൻസുലേഷനും ഉണ്ട്, തെർമൽ ഇൻസുലേഷനും ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഗ്യാപ്പിനകത്ത് എയർ അല്ലേ ഇരിക്കുന്നത്, അപ്പോൾ എയർ ഇസ് എ ബാഡ് കണ്ടക്ടർ. അതുകൊണ്ട് തെർമൽ ഇൻസുലേഷനും ഉണ്ട്, സൗണ്ട് ഇൻസുലേഷനും ഉണ്ട്. ഓക്കെ, ആൻഡ് റെഡ്യൂസസ് എ ഹീറ്റ് ട്രാൻസ്മിഷൻ ഇൻ ടു ദ ബിൽഡിംഗ് ഫ്രം ഔട്ട്സൈഡ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതും റെഡ്യൂസസ് എ വെയ്റ്റും ഇമ്പോർട്ടൻറ്റ്. പിന്നെ എക്കണോമിക്കലി ചീപ്പും കൂടി. കോമ്പോസിറ്റ് വാൾ എന്ന് പറയുന്നത് മോർ ദൻ 2 മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഒരു വാൾ കൺസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ അതാണ് കോമ്പോസിറ്റ് വാൾ. ഓക്കെ, മെയ്ഡ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് 2 or more ബിൽഡിംഗ് മെറ്റീരിയൽസ്. എയ്തർ സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോളോ ബ്രിക്ക് ആയിരിക്കാം. അപ്പം ഇതാണ് കോമ്പോസിറ്റ് വാൾ. അപ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു വാളിനകത്ത് എക്സ്റ്റീരിയർ മാത്രം അപ്പിയറൻസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ബ്രിക്സ് യൂസ് ചെയ്തിട്ട് അകത്ത് നമുക്ക് വേണമെങ്കിൽ ലോഡ് ബിയറിങ്ങിനുള്ള ബ്രിക്ക് മാത്രമേ യൂസ് ചെയ്യണം. അപ്പോൾ ഓവറോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയുന്നില്ലേ, അതാണ് അവർ പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ ഓവറോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഓക്കെ, പാർട്ടീഷൻ വാൾ എന്ന് പറയുന്നത് ഇത് ഒരു വാളാണ്, അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ഡിവിഷൻ. എങ്ങനെയാണ് അത്? ആ ഡിവിഷൻ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്ക് ആയിരിക്കാം, ഗ്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു വാളോ അല്ലെങ്കിൽ ഒരു ഡിവിഷനോ കാണാം, ഒരു റൂമിനും അടുത്ത റൂമിനും ഇടയ്ക്ക്. ഓക്കെ, അതാണ് പാർട്ടീഷൻ വാൾ. ഡിവൈഡ് ചെയ്യുന്ന ഒരു വാളാണ്, അതാണ് പാർട്ടീഷൻ വാൾ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി മെയ്ഡ് വിത്ത് എനി മെറ്റീരിയൽ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എ ലോഡ് ബിയറിംഗ് അല്ലെങ്കിൽ നോൺ ലോഡ് ബിയറിംഗ് ആകും കൂടെ ഇരിക്കാം. ഓക്കെ, അടുത്തുള്ളത് ഫിനിഷിങ്ങിൽ വരുന്നതാണ് പ്ലാസ്റ്ററിങ്ങും പോയിൻറ്റിങ്ങും. അപ്പം പ്ലാസ്റ്ററിങ്ങിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വാൾ സർഫേസിന് എൻറ്റയർ സർഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് പ്ലാസ്റ്ററിങ്. അപ്ലൈ ടു ദ എൻറ്റയർ സർഫേസസ്, വാൾസിലെയോ സീലിങ്സിലെയോ ആയിരിക്കാം. എന്ത് വേണ്ടിയിട്ടാണ്? ഫോർ വാട്ട്? ഫോർ പ്രൊവൈഡിങ് സ്മൂത്ത് ആൻഡ് ഈവൻ ഫിനിഷിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പ്ലാസ്റ്ററിങ്. ഓക്കെ, ഈ പോയിൻറ്റിങ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ബ്രിക്ക് ഉണ്ട്, ഇവിടെ ഒരു ബ്രിക്ക് ഉണ്ട്. അപ്പോൾ ഈ രണ്ടിന് ഇടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലേ, ഇതാണ് നമ്മൾ പോയിൻറ്റിങ് എന്ന് പറയുന്നത്. അപ്ലൈ ടു ദ ജോയിൻറ്റ്സ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ബ്രിക്കിനോ അല്ലെങ്കിൽ സ്റ്റോണിനോ ഇടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് പോയിൻറ്റിങ്. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്ററിങ് നല്ല അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും സ്മൂത്ത് സർഫേസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പോയിൻറ്റിങ് എന്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് കൂടി എന്തെങ്കിലും വാട്ടർ അകത്ത് എൻ്റർ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പോയിൻറ്റിങ്. അടുത്തുള്ളത് ടൈപ്സ് ഓഫ് ടെൻഡറാണ്. ഈ ടെൻഡറിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. പെർസെൻറ്റേജ് റേറ്റ് ടെൻഡർ, ലംപ് സം ടെൻഡർ, ഐറ്റം റേറ്റ് ടെൻഡർ. ഓക്കെ, ആദ്യം പെർസെൻറ്റേജ് റേറ്റ് ടെൻഡർ നോക്കാം. ഈ പെർസെൻറ്റേജ് റേറ്റ് ടെൻഡറിനകത്ത് പ്രൈസിങ് ഈസ് ബേസ്ഡ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് എസ്റ്റിമേറ്റഡ് പ്രോജക്റ്റ് കോസ്റ്റ്. പ്രോജക്റ്റോടെ കാസ്റ്റോടെ അതിനനുസരിച്ചിട്ടേ പ്രൈസിങ് അവരെടുത്തുള്ളൂ. Contractors bid a percentage rate on the various items of work, and the final contract value is determined by applying these rates to the actual quantities of work executed. Contractor എന്തെന്ന് വെച്ചാൽ ഒരു പെർസെൻറ്റേജ്, ഇപ്പോൾ ഒരു നമുക്ക് എസ്റ്റിമേറ്റഡ് കാസ്റ്റ് ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും അവർ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അവർ ഒരു റേറ്റ് പറയും. ടെൻഡർ ചെയ്യുമ്പോൾ ഒരു റേറ്റ് പറയും. അത് ഓരോരോ ഐറ്റംസ് ഓഫ് വർക്ക്, ഫൗണ്ടേഷൻ ഇത്രയാണ്, പ്ലാസ്റ്ററിങ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് അവർ ഓരോരോ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അവർ പറയുന്നത്.
പിന്നെ ഫൈനൽ വാല്യൂ എങ്ങനെ അവർ തീരുമാനിക്കുന്നത് വെച്ചാൽ അവർ എത്രത്തോളം വർക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, എത്ര ക്വാണ്ടിറ്റീസ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് ഫൈനൽ കോൺട്രാക്ട് വാല്യൂ തീരുമാനിക്കുന്നതാണ് പെർസെൻറ്റേജ് റേറ്റ് ടെൻഡർ. അപ്പോൾ ഇതിനകത്ത് പെർസെൻറ്റേജ് റേറ്റ് ടെൻഡർ എന്തുവാ അത് കോൺട്രാക്ടർ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് റേറ്റ് കോട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ആ ഫൈനൽ വാല്യൂ എങ്ങനെ തീരുമാനിക്കുന്നത് വെച്ചാൽ ഹൗ മച്ച് ദേ ഹാവ് എക്സിക്യൂട്ടഡ് അക്കോർഡിംഗ് ടു ദ ടെൻഡർ, അതായിരിക്കും പെർസെൻറ്റേജ് റേറ്റ് ടെൻഡർ. ഓക്കെ, ലംസം ടെൻഡർ എന്ന് പറയുന്നത് കോൺട്രാക്ടർ പ്രൊവൈഡ്സ് എ ഫിക്സ്ഡ് പ്രൈസ് ഫോർ ദ എൻറ്റയർ പ്രോജക്റ്റ്. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ 10 lakhs ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ, 10 lakhsലുള്ള പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ടെൻഡർ വിളിക്കുമ്പോൾ ഓരോരോ കോൺട്രാക്ടേഴ്സും ഓരോരോ റേറ്റ് സ്പെസിഫൈ ചെയ്യും. അവർ പ്രത്യേകിച്ച് ഇത് 15 lakhsലേ എനിക്ക് ചെയ്യാൻ പറ്റും, ഇത് 20 lakhsലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് 25 lakhsലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് പറയും. ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് പറയത്തില്ല, ഫിക്സ്ഡ് ഒരു റേറ്റ്. ഈ ടെൻഡർ എവിടെയാണ് സൂട്ടബിൾ ആകുന്നതെന്ന് വെച്ചാൽ വെൻ ദ സ്കോപ്പ് ഓഫ് വർക്ക് ഇസ് വെൽ ഡിഫൈൻഡ് ആൻഡ് ദ ക്ലയൻറ്റ് വാണ്ട്സ് എ ക്ലിയർ ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്, അവിടെയാണ് ലംസം ടെൻഡർ യൂസ് വരുന്നത്. പിന്നെ ഐറ്റം റേറ്റ് ടെൻഡർ, ഐറ്റം പേരിലെന്ത് മനസ്സിലാകും, ഐറ്റം എന്ന് വെച്ചാൽ ഓരോരോ ഐറ്റത്തിനും ടെൻഡർ വിളിക്കുന്നത്. കോൺട്രാക്ടർ പ്രൊവൈഡ്സ് എ റേറ്റ് ഫോർ ഈച്ച് ഐറ്റം ഓഫ് വർക്ക് and the contracted value is calculated based on the quantities of each item actually executed. ഇപ്പോൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഒരു ടെൻഡർ വിളിക്കുവാണെങ്കിൽ ഫൗണ്ടേഷന് അവർ ടെൻഡർ വിളിച്ചു, പിന്നെ പ്ലാസ്റ്ററിങ്ങിന് ഒരു ടെൻഡർ വിളിക്കുന്നു, പിന്നെ സെൻറ്ററിങ്ങിന് ഒരു ടെൻഡർ വിളിക്കുന്നു. അങ്ങനെ ഓരോരോ ഐറ്റമിന് വേണ്ടിയിട്ട് ടെൻഡർ വിളിക്കുന്നതാണ് ഐറ്റം റേറ്റ്. അതിന് കോൺട്രാക്ടേഴ്സ് വരും, അവർ ചെയ്തിട്ട് അവർ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ടേ അവർക്ക് പൈസ സാങ്ഷൻ ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് എൻ ഐറ്റം റേറ്റ് ടെൻഡർ. ഇത് മിക്കവാറും എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വരുന്നത് ഐറ്റം റേറ്റ് ടെൻഡർ ആയിരിക്കും. ഓക്കെ, അലോസ് മോർ ഫ്ലെക്സിബിലിറ്റി ഇൻ ഡീലിംഗ് വിത്ത് വേരിയേഷൻസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ സ്കോപ്പ് ഓഫ് വർക്ക്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ മാറ്റുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും, അതാണ് ഐറ്റം റേറ്റ് ടെൻഡർ. പക്ഷേ ബാക്കിയുള്ളതിനകത്ത് അത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഡയമെൻഷൻസ് വേരി ചെയ്യുവാണെങ്കിലും നമുക്ക് ഇതിനകത്ത് നമുക്കത് ചെയ്യാം, ബാക്കിയുള്ളതിനകത്ത് ചെയ്യത്തില്ല. അപ്പോഴത്തേക്ക് കാസ്റ്റ് മാറും. പിന്നെ ടെൻഡർ വിളിച്ചിട്ട് പിന്നെ കോൺട്രാക്ട് കൊടുക്കത്തില്ലേ, അതിൻ്റെ സെയിം പേരാണ് വരുന്നത് പെർസെൻറ്റേജ് റേറ്റ് കോൺട്രാക്ട്, ലംസം കോൺട്രാക്ട്, ഐറ്റം റേറ്റ് കോൺട്രാക്ട്. ഓക്കെ, പെർസെൻറ്റേജ് റേറ്റ് കോൺട്രാക്ടിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പേഴ്സ് എ പ്ലാൻ അക്കോർഡിംഗ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റംസ്, ക്വാണ്ടിറ്റി, റേറ്റ്, ടോട്ടൽ എമൗണ്ട് എല്ലാം അവരെല്ലാം ചെയ്ത് കൊടുക്കും. ആൻഡ് ദ കോൺട്രാക്ടർ പെർഫോംസ് ദ വർക്ക് ആസ് പെർ ഓർ സം പെർസെൻറ്റേജ് എബോവ് ഓർ ബിലോ ദ റേറ്റ് സ്പെസിഫൈഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. കോൺട്രാക്ടർ ഒരു പെർസെൻറ്റേജ് കൂട്ടി അല്ലെങ്കിൽ കുറച്ച് ആരും ചെയ്യത്തില്ല, കൂട്ടിയിട്ടേ അവരെല്ലാവരും ചെയ്യത്തുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് വരുന്നതാണ് പെർസെൻറ്റേജ് റേറ്റ് കോൺട്രാക്ട്. Lump sum contract used in the construction industry to reduce the design and contract administrative cost. Contractor provides a total price instead of bidding on individual items. It's also known as a fixed price contract. അവർ എനിക്ക് ഇത്ര പൈസ കൊടുത്താലേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് ലംസം കോൺട്രാക്ട്. Item rate contract, in which the contractor agrees to carry out the work as per the drawings, bill of quantities, payment entirely on the measurements taken as the works proceeds. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഐറ്റം റേറ്റ് കോൺട്രാക്റ്റിനകത്ത് അവർക്ക് ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചില മോഡിഫിക്കേഷൻസ് നടത്തണമെങ്കിൽ ഐറ്റം റേറ്റ് കോൺട്രാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തുള്ളത് നെറ്റ്വർക്ക് അനാലിസിസ്. ഇതിനകത്ത് നമുക്ക് CPM ഉണ്ട്, PERT ഉണ്ട്. ഈ PERTൻ്റെ ഫുൾ ഫോം എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രോജക്റ്റ് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കാണ്. പ്രോജക്റ്റ് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കാണ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഈവൻറ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച്. ഓക്കെ, ഒരു നെറ്റ്വർക്ക് പ്ലാനിങ്ങിൻ്റെ ഈവൻറ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചാണ് PERT. ഓക്കെ, പിന്നെ ഇതിൻ്റെ അപ്രോച്ച് പ്രോബബിലിസ്റ്റിക്, അതായത് മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന ടൂളാണ് PERT. എന്ത് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ആ പ്രോജക്റ്റ് എപ്പോഴാണ് ഫിനിഷ് ആകുന്നതിനുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഇനി ഒരു കാര്യം, ദിസ് ഈസ് എ 3 time അപ്രോച്ചാണ്.
ഓക്കെ PERT വൺ ടൈം അപ്രോച്ചാണ് CPM വൺ ടൈം അപ്രോച്ചാണ് PERT ത്രീ ടൈം അപ്രോച്ചാണ് CPMൻ്റെ ഫോം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് ഓക്കെ ഇതിനകത്ത് നമുക്ക് ഈ പ്രോജക്റ്റ് എപ്പോൾ തീരും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പ്രോജക്റ്റ് അല്ല ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടാസ്ക് എപ്പോൾ തീരുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല കോണ്ട് എസ്റ്റിമേറ്റ് ടൈം ഫോർ ദ പ്രോജക്റ്റോ ആക്ടിവിറ്റിയോ ടാസ്കോ ഫിനിഷ് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഓക്കെ earliest and latest start times for each activity are determined അതുകൊണ്ടാണ് ഇത് വൺ ടൈം അപ്രോച്ച് എന്ന് പറഞ്ഞത് ഇത് ത്രീ ടൈം അപ്രോച്ച് എന്ന് പറഞ്ഞത് ഈ ത്രീ ടൈം അപ്രോച്ചിനകത്ത് മൂന്ന് ടൈം ഉണ്ട് ഓപ്റ്റിമിസ്റ്റിക് ടൈം മോസ്റ്റ് ലൈക്ലി ടൈം പെസിമിസ്റ്റിക് ടൈം ഓക്കെ ഈ ഓപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ആക്ടിവിറ്റി ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ടൈമിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം കണ്ടുപിടിക്കുന്നതാണ് ഓപ്റ്റിമിസ്റ്റിക് ടൈം മോസ്റ്റ് ലൈക്ലി ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ആക്ടിവിറ്റി അണ്ടർ നോർമൽ സർക്കംസ്റ്റൻസസിൽ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം റിക്വയർ ചെയ്യത്തില്ലേ അതാണ് മോസ്റ്റ് ലൈക്ലി ടൈം ഓക്കെ ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഷോർട്ടസ്റ്റ് റൂട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടുപിടിക്കത്തില്ലേ അതാണ് ഓപ്റ്റിമിസ്റ്റിക് ടൈം ഓക്കെ പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് ലോങ്കസ്റ്റ് പോസിബിൾ ടൈം ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ആക്ടിവിറ്റി എത്രത്തോളം പ്രോജക്റ്റ് നീട്ടി നിർത്താം എന്നുള്ള ടൈം കണ്ടുപിടിക്കുന്നതില്ലേ അതാണ് പെസിമിസ്റ്റിക് ടൈം അപ്പോൾ ഈ മൂന്ന് ടൈമും ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്റ്റിമിസ്റ്റിക് ടൈം പെസിമിസ്റ്റിക് ടൈം മോസ്റ്റ് ലൈക്ലി ടൈം ഓക്കെ അപ്പം ഇതിനകത്ത് ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാം എക്സ്പെക്റ്റഡ് ടൈം എങ്ങനെയായിരിക്കും ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കുന്നത് ഈ ഫോർമുല ടി ഒ എന്ന് പറയുന്നത് ഓപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ടൈംസ് മോസ്റ്റ് ലൈക്ലി ടൈം പ്ലസ് പെസിമിസ്റ്റിക് ടൈം ഡിവൈഡഡ് ബൈ 6 ആണ് ഈ വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു TP മൈനസ് TO ഡിവൈഡഡ് ബൈ 6 ദ ഹോൾ സ്ക്വയർ 6നും ചേർത്തിട്ടുള്ള സ്ക്വയർ ആണ് ഓക്കെ പിന്നെ ഉള്ളത് ഫ്ലോട്ടാണ് ഈ ഫ്ലോട്ടിനകത്ത് ഈ ഫോർമുല ഒന്ന് ഓർക്കണം കേട്ടോ ഈ ഫോർമുല ഇപ്പം ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടായിരുന്നു അതിനകത്ത് ഞാൻ അതിൻ്റെ ആൻസർ തന്നിട്ടില്ലായിരുന്നു ഓക്കെ എനിക്ക് തോന്നുന്നത് 49th ജാനുവരി 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ 49th ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത് ഫ്ലോട്ടിൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഫോർമുല ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലേറ്റസ്റ്റ് ഫിനിഷ് ഏർലിയസ്റ്റ് ഫിനിഷ്ഡിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് തമ്മിലുള്ള ഡിഫറൻസ് അതാണ് ടോട്ടൽ ഫ്ലോട്ട് ചിലപ്പം അവർ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ഫ്ലോട്ട് മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ഇങ്ങനെ കൊടുക്കും എസ് അങ്ങനെ വരാൻ പാടില്ല ഓക്കെ എസ് ഇങ്ങനെ ഓർത്താൽ മതി ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം മൈനസ് ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം ആണ് ടോട്ടൽ ഫ്ലോട്ട് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം ആണ് ഫ്ലോട്ട് ഓക്കെ ഈ CET-നകത്ത് 308 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടുതൽ പോയിൻറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്